ഓർഡിനറി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ മലയാളികളിൽ പലരും ആദ്യമായി കേട്ടറിഞ്ഞ പെരിയാർ ടൈഗർ റിസർവിലെ ഒരു കൊച്ചു ഗ്രാമം ഗവി. ഈ സിനിമ ഗവിയുടെ തലവര തന്നെ മാറ്റി വരച്ചു. ഇന്നിവിടം സഞ്ചാരികളുടെ പറുദീസയാണ്. ഗവിയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് തേക്കടിയിൽ നിന്നാണ്. ഗവി പാക്കേജ് എടുത്തവരെ മാത്രമേ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഗവിയിലേക്ക് കടത്തിവിടുകയുള്ളൂ. അതും ഒരു ദിവസം 60 വണ്ടികളായി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗവി പാക്കേജ് കംപ്ലീറ്റ് ആയി ബുക്ക് ചെയ്തിരിക്കുന്നത് തേക്കടിയിലുള്ള വുഡ്നോട്ട് റിസോർട്ടിൽ നിന്നാണ്. ഇന്ന് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ അതിരാവിലെയാണ് ഗവിയിലേക്ക് പോകുന്നത്. ഇതാണ് വുഡ്നോട്ട് റിസോർട്ട്. നല്ല മനോഹരമായ ഒരു റിസോർട്ടാണിത്. നല്ലൊരു സ്വിമ്മിംഗ് പൂളും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള വിശാലമായ ഒരു റൂമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. രാവിലെ 5:30 തന്നെ നമ്മുടെ ജീപ്പ് എത്തിയിട്ടുണ്ട്. വള്ളക്കടവിലുള്ള ചെക്ക് പോസ്റ്റ് 6 മണിക്ക് തന്നെ ഓപ്പൺ ചെയ്യും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഈ തണുപ്പൊക്കെ അടിച്ച് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വള്ളക്കടവിലൂടെ ഒഴുകുന്ന പെരിയാറിന് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗവി ഇക്കോ ടൂറിസം ഓഫീസിന് മുമ്പിൽ വണ്ടി നിർത്തി ഇവിടുത്തെ എൻട്രി പാസ് വാങ്ങിയിട്ട് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ. മുൻപിലുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഈ പെർമിറ്റ് കാണിച്ചു വേണം നമുക്ക് കടന്നു പോകാൻ. വള്ളക്കടവിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണിത്. നമ്മുടെ ഡ്രൈവർ പാണ്ഡ്യൻ എൻട്രി പാസ് നൽകിയിട്ട് ഗവിയിലേക്കുള്ള എൻട്രി ടിക്കറ്റ് എടുത്തു. നമ്മുടെ ഈ യാത്രയിൽ ജിബിനും അമലും കൂടെയുണ്ട്. തുറന്ന ജീപ്പിലാണ് നമ്മൾ ഇനി ഗവിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള വിശാലമായ കാഴ്ച നമുക്ക് ലഭിക്കും. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് മുതൽ ഗവി വരെ 20 കിലോമീറ്റർ കാടാണ്. അതുകൊണ്ട് തന്നെ നിരവധി മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഓരോരുത്തരുടെയും ഭാഗ്യം പോലെ ഇരിക്കും. ചില യാത്രയിൽ കണ്ടില്ലെന്നും വരാം. പറഞ്ഞു കേട്ടിടത്തോളം പെരിയാർ ടൈഗർ റിസർവിൽ മൃഗങ്ങളെ കാണാൻ ഏറ്റവും ചാൻസ് കൂടുതൽ ഈ ഗവി യാത്രയിലാണ്. വല്ലപ്പോഴും ഇവിടെ ടൈഗറിനെ വരെ കാണാറുണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയ സൈറ്റ് ഒരു മല അണ്ണാനെയാണ്. കുറച്ച് ദൂരെയുള്ള മരത്തിലാണ് അത് ഇരിക്കുന്നത്. ഗവി കാടുകളിൽ വളരെ കോമൺ ആയി കാണാറുള്ളതാണ് ഈ മല അണ്ണാൻ. അങ്ങനെ അണ്ണാൻ്റെ കാഴ്ചയൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് നമുക്ക് കിട്ടിയത് ഒരു കാട്ടുപന്നിയെയാണ്. നമ്മുടെ വാഹനം കണ്ടിട്ട് പോലും ഒരു കൂസലുമില്ലാതെ അത് വഴി സൈഡിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് കിട്ടിയത് കുറച്ച് നീൽഗിരി ലങ്കൂറുകളെയാണ്. അവൻ മരത്തിലിരുന്ന് പച്ചിലയൊക്കെ കുറേശ്ശെയായി അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗവി കാടുകളിൽ ധാരാളം കരിങ്കുരങ്ങുകൾ ഉണ്ട്. പക്ഷേ ഇവ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചാടി ഓടിക്കളയും. ഈ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൂരെ മലയുടെ മുകളിലായി ഒരു കാട്ടുപോത്ത് നിൽക്കുന്നുണ്ട്. രാവിലെ ഇളംവെയിലൊക്കെ കൊണ്ട് പുല്ല് ആവശ്യത്തിന് അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്ന വഴിയിലെല്ലാം ആനപ്പിണ്ടമാണ് കാണുന്നത്. ഏതൊരു ഫോറസ്റ്റ് സഫാരിയുടെയും അഴക് നമ്മുടെ ഗജവീരന്മാരാണ്. എന്തായാലും നമ്മളെ ഒട്ടും നിരാശപ്പെടുത്താതെ ആനകളുടെ ഒരു കൂട്ടം തന്നെ തൊട്ടടുത്ത മലമുകളിൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മുടെ യാത്രയിൽ ഈ വിഷ്വൽ കിട്ടുക എന്നത് മഹാഭാഗ്യം തന്നെയാണ്.
കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു വ്യൂ പോയിന്റ് കാണാം. ഇവിടെ വരുന്ന എല്ലാ വണ്ടികളും ഇവിടെ നിർത്തി കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകാറുള്ളത്. ചിലപ്പോൾ അനിമൽസിനെയൊക്കെ ദൂരെ കാണാനുള്ള ഒരു ചാൻസും ഇവിടെയുണ്ട്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് 5 മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് ഗവി ഡാമിലെത്താം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒരു ഗവി ഡേ പാക്കേജ് ആണ് വുഡ്നോട്ട് റിസോർട്ടിൽ നിന്നും നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഡേ പ്രോഗ്രാമിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഫോറസ്റ്റ് ട്രക്കിംഗ്, ഗവി ഡാമിലൂടെയുള്ള ബോട്ടിംഗ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മനോഹരമായ ഒരു പാക്കേജാണ്. ഈ പാക്കേജ് വേണ്ടവർ വുഡ്നോട്ട് റിസോർട്ടിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗവി ഡാമിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. 1990-ലാണ് ഈ ഡാം നിർമ്മിച്ചത്. ഇടുക്കി ഡാം പോലെ ഇതൊരു ഗ്രാവിറ്റി ആർച്ച് ഡാമാണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് KFDC ഓഫീസ്. KFDCയുടെ പാക്കേജ് നമുക്ക് വേണ്ടി വുഡ്നോട്ട് റിസോർട്ടിൽ നിന്നും മുൻകൂറായി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഓഫീസിൽ നിന്നും നമുക്ക് നമ്മുടെ പാക്കേജിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടുള്ള ഒരു രസീത് നമുക്ക് നൽകും. നമ്മൾ പോകുന്ന കവാടത്തിന് മുകളിൽ കൂടി നല്ല ചുവന്ന പൂക്കളുള്ള ഒരു ചെടി പറന്ന് പന്തലിച്ച് കിടക്കുന്നത് കാണാം. ചെറിയ കിളികളൊക്കെ ഇവിടെ മത്സരിച്ചാണ് തേൻ കുടിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തരക്കേടില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മളിപ്പോൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അജിച്ചേട്ടനാണ് നമ്മുടെ ഗൈഡ്. നമ്മൾ ആദ്യം പോകുന്നത് ഗവി മ്യൂസിയത്തിലേക്കാണ്. ഈ കാണുന്നത് ആനയുടെ ഒരു അസ്ഥികൂടമാണ്. ഗവി ഉൾക്കാടുകളിൽ നിന്നും കിട്ടിയ ആനയുടെ അസ്ഥികൂടമാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ കാട്ടുപോത്ത്, മ്ലാവ് എന്നിങ്ങനെ നിരവധി മൃഗങ്ങളുടെ തലയൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി കാട് കയറാൻ പോവുകയാണ്. ഈ ഇലക്ട്രിക് ഫെൻസിങ് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നിബിഡമായ ഫോറസ്റ്റ് ആണ്. ആനത്താരയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ആനപ്പിണ്ടമൊക്കെ കാണുന്നുണ്ട്. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുക. അവരുടെ അടുത്ത് ചെന്ന് അവരെ കണ്ട് അവരതിനെക്കുറിച്ച് അതിനാണല്ലോ തുടങ്ങുന്നത്. അപ്പം അവരുടെ പാത്തുകൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ പുതിയ പാത്തായിട്ട് നമ്മൾ ഒന്നും എടുക്കത്തില്ല. വനത്തിൽ ആനയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിയിൽ കൂടിയാണ് നമ്മൾ ട്രക്കിങ്. ആനയും കാട്ടുപോത്തും എല്ലാം നടക്കുന്ന വഴിയാണ്. കാടിനുള്ളിലൂടെ പ്രകൃതിയുടെ ജൈവ വൈവിധ്യമെല്ലാം ആസ്വദിച്ച് നിശബ്ദരായി നടക്കണമെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. കാടിൻ്റെ ഈ വന്യത നമ്മുടെ ഉള്ളിൽ ചെറിയ ഭയമൊക്കെ ഉണ്ടാക്കും. ആനയും കടുവയും കാട്ടുപോത്തുമൊക്കെ കറങ്ങി നടക്കുന്ന ഈ പെരിയാർ ടൈഗർ റിസർവിൽ കൂടി നമുക്ക് നടക്കാൻ കഴിയുന്നത് ജീവിതത്തിലെ തന്നെ അപൂർവമായ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിവിടെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വൈപ്പർ ഇനത്തിൽപ്പെട്ട പാമ്പുകളെയാണ്. മരച്ചില്ലകളിലൊക്കെയാണ് സാധാരണ ഇവ കാണപ്പെടുന്നത്. നമ്മുടെ ഗൈഡിന് ഇവിടെ 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ആന ചെയ്ത പണിയാണ്. അവിടെ ചീവീടും കിളികളുമൊക്കെ ഉണ്ടാക്കുന്ന കാടിൻ്റെ സംഗീതമൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് യാതൊരു ക്ഷീണവും അനുഭവപ്പെടുകയില്ല. നമ്മളിപ്പോൾ കാണുന്നത് തടിയിലൊക്കെ വളരുന്ന ഒരു അപൂർവ ഇനം കൂണാണ്. ലിങ്ഷി കൂൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പരമ്പരാഗത വൈദ്യത്തിൽ ഇത് ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. മരത്തെ നോക്കി ഇതാ കുറേ മാർക്കിംഗ് ഉണ്ടാകും. ഇതാണ് ഈ കടുവയൊക്കെ നെയിൽ ക്ലീൻ ചെയ്യുന്ന മരം. അപ്പം സാധാരണ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഇത് ഈ വരയാണോ? ഇത് ഈ വര കാണുന്നവരെ ഇപ്പുറത്തെല്ലാം കാണുന്നുണ്ട് മാർക്കാണ്. അതിന്റെ നെയിലും ഷാർപ്പ് ചെയ്യാൻ ഇതല്ലേ ഇത് രണ്ടും കൂടെ അതിൽ പറ്റും. ഇത് കടുവയുടെ പരിപാടികളാണ്. മിസ്വ ജവാലിക്ക എന്ന് പറഞ്ഞ ട്രീ ആണ്. ഇത് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഗമ്മ് വരും, പശ ഉണ്ടാവും. പശയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ കടുവയുടെ നെയിലിൽ എവിടെയൊക്കെ മുറിവ്, നെയിലല്ല ഇതിൻ്റെ ഗ്യാപ്പിൽ എവിടെ മുറിവുണ്ടെങ്കിൽ ഇത് പക്ഷേ ഇത് ഓയിൻമെൻറ്റ് പോലെ ഇളകും, ഉണങ്ങും. മനസ്സിലായോ? അങ്ങനത്തെ പ്രത്യേകങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മരങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരണ മരത്തിന് പേരണ ഇത് മിസ്വ ജവാനിക്ക എന്ന് പറയുന്നത്. പേരങ്ങ് പറഞ്ഞാൽ തണുത്തു പോയി. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്തോ സിനിമ അല്ല മറ്റേ എന്നാ കറുപട ഇത് ശ്രീലങ്കൻ സിനിമ. ഓക്കെ, ശ്രീലങ്കൻ സിനിമൺ കറുവാപ്പട്ടയാത് വലിയ മരമാണല്ലോ. ആനത്താരിക്ക് കുറുകെ ഒരു മരമൊക്കെ പിടന്ന് വീണ് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആനകൾ മുകളിലൂടെ ഒരു പുതിയ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആന സ്വന്തമായിട്ട് താര വെട്ടി വീണല്ലേ. ഇവിടെയെല്ലാം ആനക്കൂട്ടം ചവിട്ടി മെതിച്ചിട്ടിരിക്കുകയാണ്. ആനകൾ നടന്നു നീങ്ങുമ്പോൾ ശരീരം മരങ്ങളിൽ ഉരയ്ക്കാറുണ്ട്. അതെ അതെ അതെ. കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഓക്കെ. ഉള്ളിലോട്ട് പോകുമ്പോൾ നല്ലോണം റബ്ബ് ചെയ്തു. അതുണ്ടോ ഇതുണ്ടോ സൂപ്പറായിട്ട് വരച്ചിട്ട് കുറച്ചേക്കുന്ന മനസ്സിലായോ? ഓ, ആന വരഞ്ഞ പാടാല്ലേ. ഇത് മഡെടുത്തേ ദേഹത്തിട്ടിട്ട് പിന്നെ അതിന് കുറെ ഈച്ചിങ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ മുതുകൊക്കെ റബ്ബ് ചെയ്യും. ആനകൾ സമീപത്തുള്ളതിനാൽ വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ദൂരെ മലമുകളിൽ ആനകൾ നിൽക്കുന്ന വിഷ്വല് നമുക്ക് നമ്മുടെ ഗൈഡ് കാണിച്ചു തന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു പുൽമേടിന് മുകളിലായിട്ടാണ്. മൃഗങ്ങളുടെ പ്രസൻസ് കണ്ടുപിടിക്കുന്നതിൽ നമ്മുടെ ഗൈഡായ അജിച്ചേട്ടൻ്റെ കഴിവ് അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. നമ്മുടെ ഗൈഡ് ദൂരെ നിൽക്കുന്ന ഒരു കൂട്ടം കാട്ടുപോത്തുകളെ നമുക്ക് സ്പോട്ട് ചെയ്ത് തന്നു. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു വലിയ മലയുടെ മുകളിലേക്കാണ് എത്തുന്നത്. ഇതാണ് ശബരിമല വ്യൂ പോയിന്റ്. ഇവിടെ നിന്നാൽ നമുക്ക് ശബരിമല കാണാൻ സാധിക്കും. ശബരിമലയുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് പൊന്നമ്പലമേട്, റൈറ്റ് സൈഡിലുള്ള മലയാണ് പുല്ലുമേട്.
നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ശ്രീലങ്കൻ സെറ്റിൽമെൻറ്റിലാണ്. 1964 ശ്രീലങ്കയിലുണ്ടായ കലാപം മൂലം അവിടെ നിന്നും കേരളത്തിലെത്തിയ തമിഴ് വംശജരെ അന്നത്തെ ഗവൺമെൻറ് സംരക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു സെറ്റിൽമെൻ്റാണിത്. അന്നെത്തിയവരുടെ പിൻതലമുറക്കാരാണ് ഇന്നിവിടെ താമസിക്കുന്നത്. ഇല്ല, തൊഴിലുറപ്പിന്റെ പണിക്ക് തൊഴിലുറപ്പ്. തോട്ടത്തിലൊന്നും പോകുന്നില്ല. പെൻഷനായില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇവരൊക്കെ സിലോണിൽ നിന്ന് വന്ന ഇത് സിലോണിന്ന് വന്നു പറഞ്ഞേ. ഈ ട്രെക്കിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലഞ്ച് കഴിച്ചതിന് ശേഷം ഡാമിൻ്റെ സൈഡിലൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. ഡാമിൻ്റെ തീരം ഒരു മിനി പാർക്കായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഊഞ്ഞാലും ഇരിപ്പിടവും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടം നല്ലൊരു ഫോട്ടോ പോയിന്റ് ആണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്താറുണ്ട്. ഇനി നമ്മൾ ഗവി ഡാമിലൂടെയുള്ള ബോട്ടിങ്ങിനാണ് പോകുന്നത്. റാന്നി വനമേഖലയിലെ ഗവിയാർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച അണക്കെട്ടാണ് ഗവി അണക്കെട്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് എത്തുന്നത്. നീർവീഴ്ച വാട്ടർഫാൾസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ബോട്ടിൽ വരുന്നവർക്ക് മാത്രമേ ഈ മനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കൂ. ഈ വെള്ളച്ചാട്ടത്തിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് സേഫായി കുളിക്കുന്നതിനും എൻജോയ് ചെയ്യുന്നതിനുമുള്ള അവസരമുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നിന്നപ്പോൾ ഞങ്ങൾക്കരിയിലുള്ള കാട്ടിൽ ഞങ്ങളുടെ ഗൈഡ് ഒരു അതിഥിയെ കാണിച്ചു തന്നു. അതൊരു ഗ്രീൻ വൈപ്പറാണ്. കാഴ്ചയിൽ അതിസുന്ദരനാണെങ്കിലും നല്ല വിഷമുള്ള ഇനമാണ്. എന്തായാലും ഇന്നത്തെ ഗവി യാത്ര നമ്മളെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. മനം മയക്കുന്ന കാഴ്ചകൾ ധാരാളം നമുക്ക് നൽകി. എങ്കിലും ഈ വന്യ സൗന്ദര്യം വീണ്ടും നമ്മളെ ഇങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.